ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പം റെസിപ്പി ആയിട്ടാണ്. നേന്ത്രപ്പഴം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വട്ടയപ്പം റെഡിയാക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുക്കാത്ത റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം പോയതിനു ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് ഇളക്കിയിട്ട് ഇതിലുള്ള ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുതേ. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വട്ടയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈക്ക് ഓവർ ബലം കൊടുക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണിത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. വെള്ളം കൂടി പോവുകയും ചെയ്യരുതേ. ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഇത് 20 മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നേന്ത്രപ്പഴം വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി നോക്കാം. പെട്ടെന്ന് തന്നെ ഇത് അടർന്നു പോന്നോളും. കണ്ടോ? നോക്കിയേ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയ പുളിരുചി കൂടി ഈ ഒരു വട്ടയപ്പത്തിൽ വരുന്നതുകൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു വട്ടയപ്പം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇത് ഇരിക്കുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഞാനിത് രാവിലെ ഉണ്ടാക്കി കഴിച്ചതിനേക്കാളും ഡബിൾ ടേസ്റ്റ് ആയിരുന്നു വൈകുന്നേരം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നോക്കിയേ, എത്ര പെട്ടെന്നാണ് ഇത് കട്ടായി വരുന്നത്. അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ മുൻപ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി നേന്ത്രപ്പഴം വട്ടയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.